മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യ മുന്നണിയുടെ ചെയർമാൻ കൺവീനർ സംബന്ധിച്ച തീരുമാനം ആയില്ലെന്നാണ് സൂചന. ബി ബാലഗോപാലുണ്ട്. ബാലു, പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ പോകുന്നു ഇന്ത്യ മുന്നണി. ഈ ചെയർമാൻ സ്ഥാനത്തെക്കുറിച്ച് ആരുടെ പേരാണ് പരിഗണനയ്ക്ക് വരുന്നത്? നിതീഷിൻ്റെയൊക്കെ പേര് സജീവ ചർച്ചയിലുണ്ടായിരുന്നുവല്ലോ. പാർട്ടിയുടെ ഈ മുന്നണിയുടെ ചെയർപേഴ്സണായി മല്ലികാർജുന ഖാർഗെയെ നിയമിക്കുവാനാണ് ഇന്ന് ചേർന്ന ഇന്ത്യ മുന്നണി സഖ്യയോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഇത്തരത്തിൽ മല്ലികാർജുന ഖാർഗെയെ തെരഞ്ഞെടുപ്പിൽ ഈ സഖ്യത്തിന്റെ മുൻപന്തിയിൽ നിർത്തണമെന്ന ആവശ്യം മമതാ ബാനർജിയും നിതീഷ് കുമാറും ഉൾപ്പെടെയുള്ള നേതാക്കൾ അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഓൺലൈനായി ചേർന്ന ഇന്ത്യ മുന്നണി നേതാക്കളുടെ യോഗത്തിൽ മല്ലികാർജുന ഖാർഗെയെ ഈ സഖ്യത്തിന്റെ ചെയർപേഴ്സണായി നിയമിക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. അതേസമയം കൺവീനറായി നിതീഷ് കുമാറിനെ നിയമിക്കാനുള്ള തീരുമാനത്തിൽ ഇതുവരെയും ഒരു അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. കൺവീനർ സ്ഥാനത്തേക്ക് നിതീഷിനെ നിയമിക്കാം എന്നത് സംബന്ധിച്ച് ഇന്നത്തെ ചർച്ചയിൽ ഏതാണ്ട് ഒരു ധാരണയായിരുന്നു. പക്ഷേ എല്ലാ പാർട്ടികളുടെയും അഭിപ്രായം കേട്ട ശേഷമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്നാണ് നിതീഷ് കുമാർ യോഗത്തെ അറിയിച്ചത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. മമതാ ബാനർജി അതുപോലെ തന്നെ അഖിലേഷ് യാദവ് എന്നിവരുമായി ചർച്ച ചെയ്തതിന് ശേഷം ഈ കൺവീനർ സ്ഥാനം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച ഒരു തീരുമാനം അറിയിക്കാമെന്നാണ് യോഗത്തെ ഈ നിതീഷ് കുമാർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. നിതീഷ് കുമാറിന്റെ തീരുമാനം അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ മല്ലികാർജുന ഖാർഗെയുടെ നിയമനം ഉൾപ്പെടെയുള്ള ഒരു കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ അറിയിപ്പ് ഇന്ത്യ മുന്നണി പുറത്തിറക്കുകയുള്ളൂ എന്നാണ് ലഭിക്കുന്ന വിവരം. ശരി, ബി ബാലഗോപാലാണ് ഇവരെന്നുണ്ടെങ്കിൽ